നല്ല ഇരുട്ട് അല്ലയോ? ഇപ്പോൾ മൂത്രമൊഴിക്കണ്ട അങ്ങോട്ട് പോകും. വണ്ടിയൊക്കെ പുറകെ വരുവന്നേ. ഇപ്പോൾ അച്ഛന് മൂത്രമൊഴിക്കാൻ കണ്ട സ്ഥലം. നീ വിട്, ഇവിടെ പെണ്ണുങ്ങൾക്കും അതിനേക്കായാലും മൂത്രമൊഴിക്കാൻ പറ്റും. അത് എവിടെയെങ്കിലും ഒതുക്കി നിർത്തില്ല, വലിയ വണ്ടികൾ. ആളും പേരും ഉള്ളിടത്തെങ്ങനെ നിർത്താം അച്ഛൻ. കാരണം ഇവിടെ ഒരു മനുഷ്യനെയും കണ്ടില്ല. അങ്ങ് വിട്, അച്ഛന് മൂത്രം ഒഴിക്കാൻ മുട്ടാത്ത ഇവിടെ ഒന്നും വേണ്ട നമുക്ക്. അതല്ല ഞാൻ പേടിച്ചു പോയി അത് കണ്ടപ്പോഴേ. ഒരു ആന അയക്കുന്നല്ലോ. ഇവിടെ സൈഡ് ഒതുക്കി അങ്ങോട്ട് നീക്കി നിർത്ത്. വേണ്ട, വണ്ടി വരുന്നു. പോ. ഇല്ല, വീതിയില്ല ഇവിടെ. ഇല്ല, അങ്ങോട്ട് പോ. അച്ഛന് മൂത്രമൊഴിക്കോ? അച്ഛനോ അങ്ങോട്ട് വിട്. മുമ്പേ നീ അങ്ങ് വിട്. അങ്ങോട്ട് പോട്ട് പോ. അച്ഛന് അതും വളവും പിടിക്കുന്നുണ്ടല്ലോ. പോലീസ് വിചാരിച്ച പിടിക്കാൻ പറ്റും. പറ്റാത്ത പറ്റേക്കട്ടെ. പക്ഷെ പിടിച്ച വരുമ്പോൾ അവർ ഏറ്റവും കൂടിയ ആൾക്കാരായിരിക്കും. അങ്ങനെ ആയി വിടുന്നതാണ്. പോലീസിന്റെ പല അടവുകളുമുണ്ട്. അതായത് ഒരു പ്രതിയുടെ വീട്ടിലെ ഇത് തമിഴ്നാടിന്റെ ഇപ്പുറത്തല്ലേ ഇപ്പൊ? അതായതല്ല, തമിഴ്നാടായത് ഇപ്പൊ കേരളത്തിന് ഇപ്പുറം. അതുകൊണ്ട് കേരളത്തിന്റെ കിഴക്കേ അതിരായ സഹ്യപർവ്വതം ഇങ്ങനെ തെക്ക് കിഴക്കായിട്ട് ഇരിക്കുന്നുണ്ടോ? തെക്ക് വടക്കായിട്ട്. ഇത് അച്ചൻകോവിൽ അല്ലേ? ഇത് ആര്യങ്കാവ്. ആര്യങ്കാവ് തമിഴ്നാട്ടേ. കൊല്ലമാണോ? അല്ല, ഇതിപ്പോ നാണ്ട സഹ്യപർവ്വതം ഇപ്പുറത്ത് കിടക്കുമല്ലേ? അപ്പുറത്ത് അതിന്റെ ഇപ്പുറം തമിഴ്നാട്, അതിന്റെ അപ്പുറം ആ തമിഴ് കേരളം. തമിഴ്നാടാ. എന്തുണ്ട് സംസ്കൃതമാണെന്ന് നമ്മൾ പഠിക്കുമായിരുന്നെങ്കിൽ നമുക്ക് അത് പറയണേ. കണ്ണന്റെ അക്ഷരം നല്ല സ്ഫുടതയാണ്. കണ്ണനെ ഇത് ഇത്രയും തെറ്റില്ലാതെ അക്ഷര സ്ഫുടതയോട് വളരെ ക്ലിയർ ആവും കേട്ടോ. വളരെ കനം കുറയും. പണ്ട് വാനരന്മാരൊക്കെ ഇഷ്ടം പോലെ ഇല്ലായിരുന്നോടി? ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. സത്യം പറയല്ലേ, എനിക്ക് അത് നേരെ നാക്ക് തിരികെ വരുന്നില്ല. അച്ഛനും തിരിയുന്നില്ല, എനിക്കും തിരിയുന്നില്ല. അത് നേരേക്ക് ഒരു അക്ഷരസ്ഫുടതയോട് കൂടി പറയാൻ നല്ല ഇതാണ്.
തൊഴാൻ പറ്റുമെന്നോ ഇല്ലയോ? തിരുമലയിൽ കയറാൻ തോന്നും. ഇങ്ങോട്ട് വരുമ്പോ കയറാം. സമയം എത്രയായി? എത്രയായോ സമയം എന്തായി? എത്രയായോ നോക്കണം. സമയം എത്രയായി? ഇത്രയാ നോക്കണം. അവിടെ നോക്കും. ഇപ്പൊ അങ്ങ് എത്താറുണ്ട്. സമയം ഇങ്ങനെ പോകും. പ്രതീക്ഷിച്ച് വേണം പോവാൻ. പ്രത്യേകിച്ച് ദൂരെ എപ്പോഴും ദൂരമല്ല, അടുത്താണെങ്കിൽ പോലും എല്ലാം കൈ വെച്ചത് കോപ്പി ഇങ്ങനെ എടുത്ത് വെച്ചത്. ഇവർക്ക് നമ്മുടെ ഇത് ഫേക്കാണോ അല്ലേ എന്നൊക്കെ അറിയാമായിരിക്കും. ഇവര് ബുദ്ധിയുള്ളവരല്ലേ പോലീസ്. എൻ്റെ അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉറങ്ങുന്നു. കണ്ണനെ കണ്ണൻ നല്ലപോലെ ഇവിടെ എന്തോ ഉച്ചക്ക് പോസ്റ്റ് കണ്ണൻ കണ്ണൻ അമ്പാടിക്കുട്ടൻ, ഉമയുടെ മോൻ കണ്ണൻ. ഉണ്ണിക്കണ്ണൻ. കണ്ണന് മന്ത്രങ്ങളെല്ലാം അറിയാം കേട്ടോ. ഇവിടെ ആയെന്ന് തോന്നുന്നു വലഭാഗത്ത് പാലരുവി ആയതേ ഉള്ളൂ. പക്ഷെ ആര്യങ്കാവി കണ്ണൻ ഉണ്ണിക്കണ്ണ ഉമയുടെ മോൻ കണ്ണൻ. ഉറങ്ങിയില്ലേ എൻ്റെ കുഞ്ഞ്? എവിടെ അവൻ ഉറങ്ങിയില്ല. വിശപ്പായിട്ടുണ്ട് കുഞ്ഞിന്. വിശക്കുന്ന ഉമയുടെ മോന് ഇഡ്ഡലി ഇരിപ്പുണ്ട്. ഇഡ്ഡലി ഉണ്ട്. അച്ഛൻ പിടിച്ചോ? എൻ്റെ ഉണ്ണിക്കണ്ണനാവേ. മോനെ ഇടി മോനെന്തി ഇങ്ങോട്ടും നോക്കി. കുഞ്ഞോ എന്തി? 12:46 10 മിനിറ്റ് അവര് കളഞ്ഞു അവിടെ. ആര്യങ്കാവ് ക്ഷേത്രം കഴിഞ്ഞു. തൊഴുതിട്ട് കയറും. ആര്യങ്കാവ് ക്ഷേത്രം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാറി കയറി. ഇനി അടുത്ത് അച്ചൻകോവിൽ. അച്ചൻകോവിലോട്ട് പോകാനുണ്ട്. നമുക്കൊരു കൂട്ടായി. അച്ചൻകോവിൽ ക്ഷേത്രത്തിലോട്ട് പോകും.
ചിലപ്പോൾ കേരളത്തിൽ നിന്നുള്ള വണ്ടിയായിരിക്കും അത്. അല്ല, കേരളത്തിലുള്ള ഇങ്ങനെ ഫോട്ടോ അയ്യോ റോഡ് കേരളത്തിലോട്ട് വരുമല്ലയോ, ഇനിയിപ്പോൾ അവർ നോക്കിക്കോളും. നീ മല കയറും. ചെങ്കോവിലാണ്ടവനെ ശരണമെൻ്റെ അയ്യപ്പ, ശരണമെൻ്റെ അയ്യപ്പ, ശരണമെൻ്റെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതായിരിക്കും വണ്ടികൾ. ശരണമെൻ്റെ അയ്യപ്പ, അയ്യപ്പ സ്വാമി ശരണ. നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന വരവാണ്. അത് കേരളമാണ്. കേരളത്തിലോട്ട് കയറും. മല കയറി അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇത് ചുരം. ഓ, നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു മുരുകൻ്റെ അമ്പലം, മുരുകൻ്റെ വണ്ടി, അതല്ലേ ബാക്കിൽ രണ്ടാമത് ഉള്ള. ോട്ടുള്ള മല കയറുകയാണ്. എയർപിന്ന് തുടങ്ങിയല്ലേ? അതല്ലേ അവിടെ ഇങ്ങോട്ട്. ഓ, ഇനി കേരളത്തിലോട്ടോ. കേരളം ആയില്ല, ഇത് മല കയറുന്നത്. ആ മലയില്ലേ അത് കയറുമോ? അച്ചൻകോവിൽ ചുരം തമിഴ്നാട്ടിൽ നിന്ന്, അതായത് ആര്യങ്കാവ് പോയിട്ട് അച്ചൻകോവിലോട്ടുള്ള യാത്രയാണ്. കാശി രാമേശ്വരം എയർപിന്ന് കണ്ടോ? മൂന്നാമത്തെ എയർപിന്നായി. 1, 2, 3 മൂന്നാമത്തെ എയർപിന്നല്ലേ ഇത്? ആ പോലീസുകാരെ ഇരുന്നപ്പോൾ തൊട്ടുള്ളതല്ലയോ കൂട്ടുന്നത്. നല്ല ചൂട്. ഈ വനത്തിൻ്റെ മേളിൽ കൂടെ കയറുന്നു. മലയുടെ വെള്ളം അതിൻ്റെ ചൂട്. ഈ വണ്ടി പോയിട്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് വണ്ടി അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരാനുണ്ടല്ലോ. വലിയ വണ്ടികൾ വിടാത്തതാണ്. അപ്പുറത്തൂടെ കാട് വഴി കൂടെ, കാട്ട് വഴി കൂടെ, അച്ചൻകോവിൽ കൂടെ വഴി. അവിടെ കൂടെ പോവാ. പക്ഷെ വണ്ടി ഭയങ്കര ചുറ്റും പുഴിയാണ്. പിന്നെ 6 ഹെയർ പിന്നായി. മൊത്തം 9 ഹെയർ പിൻ. തലമുടി അല്ലേ? തലമുടിയുടെ അല്ലേ? മറ്റേ തലമുടിയുടെ ഇതുപോലെ അല്ലേ? ഇങ്ങനെ നീളത്തിൽ വന്ന് വളഞ്ഞു. സ്വാമിയുടെ അനുവാദം വാങ്ങിച്ചോണ്ട് വേണം. അപ്പോൾ ഇപ്പോഴല്ലേ യഥാർത്ഥ കാടായി തുടങ്ങിയല്ലയോ? അതുകൊണ്ടിട്ട്
അങ്ങനൊന്നും വരത്തില്ല. അത് ആനയുടെ ഒരു ഫോട്ടോ വെച്ചിരുന്നു. ഉണ്ടോ? അതുകൊണ്ടല്ലേ പറഞ്ഞ നമ്മള് സന്ധ്യക്കുമ്പോ ചെറിയ വണ്ടിയൊക്കെ പോകുമ്പോ നേരം 2-2:30 ആയതേ ഉള്ളൂ. പക്ഷെ നല്ല ഇരുട്ട് പോലെ, നല്ല വനത്തിൽ കൂടാണ് ബയോസ്ഫിയറിന്റെ ഭാഗമാണ്. ബയോസ്ഫിയർ ഇല്ലേ, അതിന്റെ ഭാഗമാണ്. ഇവിടെ ചെക്കിംഗ് ഉണ്ട്. അതാ ഞാൻ പറയില്ലേ, ഈ വണ്ടി ഇവിടെ എത്തിയതേ. നമ്മുടെ അത് വിടാവോ? വിടാവോ? ഞാൻ പറയില്ലേ. പിന്നെ അവിടെ ചെന്നാലേ, പളനി ചെന്നാലേ എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഒരുത്തിന് ചായ കുടിക്കണം. ഞാൻ പറഞ്ഞ ചായ വാങ്ങിച്ചു തരാം. പറഞ്ഞപ്പോ വേണ്ട, പൈസ ഇല്ല. ചുമ്മാ ആദ്യം എടുത്ത മുടന്തി വന്നേ. കുറച്ചേപ്പോ അങ്ങോട്ട് താഴെ അവരിങ്ങനെ ഭജന പോലെ പാടി ഇവിടെ ചെറിയ രീതി. അമ്പതി തൊഴുതോ തൊഴുതോ എന്നിട്ട് അച്ഛനാ ഭയങ്കര ആഗ്രഹം സാധിച്ചത്. അപ്പനെ അർത്ഥം എന്താണ് ചേച്ചി? അല്ല, ഇതായി അച്ചൻകോവിലായി. അച്ചൻകോവിൽ ഹരിജനങ്ങൾക്ക് ഇതൊക്കെ ഹരിജനങ്ങളുടെ വീടൊക്കെ അച്ചൻകോവിലായി. പിന്നെ ഹോട്ടലിൽ രാവിലെ വരുവായിരുന്നു, കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് അവിടെ മുഴുവൻ പോയി തൊഴുതിട്ട് അങ്ങനെ പോകാം. ഇനി ഒരു ദിവസം നമുക്ക് വരാം. അവിടെ നിന്ന് വരാം. അവിടെ നിന്ന് വന്ന് ഒരു ദിവസം അവിടെ മയില് ഉണ്ടടാ, മയില് മയില് അല്ലെ ഞാൻ അവിടെ തൊഴിൽ അങ്ങ് കൊട്ടാരക്ക് അങ്ങനെ അങ്ങ് വിളിച്ചില്ല.
8 മണി വരെ ചേട്ടൻ നോക്കും. ഞാൻ നോക്കി ഇന്ന് വരുമെന്ന് അവിടെ ഒരു അമ്പലം നോക്കിയാ കാവിന്റെ അടുത്ത്. ആ കാവിന്റെ അകത്തൊരു അമ്പലം. അതാ ഇവരുടെ ഉണ്ടോ എവിടെ മയില് കണ്ടോ കണ്ടോ ഫോട്ടോ എടുക്കും. വേണ്ട വീഡിയോ എടുക്കാൻ പറ്റണില്ല. എങ്ങനെ എടുക്കും? ഉണ്ടായിരുവാ അതിന്റെ ഇടയിൽ കൂടെ നോക്കിയാ മയിലങ്ങ് പോയോ? വീഡിയോ എടുക്കണേ എടുക്കാൻ എങ്ങനെ എടുക്കാം? ഏതെടുക്കും? നമ്മൾ ഇരിക്കുന്നൊക്കെ ഇട്. അപ്പൂന് കുമ്മ വേണം. അപ്പൂന് അമ്മ വേണം. ഇച്ചിരി ബാക്കിലോട്ട് വെച്ചാൽ ഈ വണ്ടി അങ്ങ് പോവല്ലോ. ഈ വണ്ടിക്ക് ഇവിടെ വളം വരുമ്പോ പാടാണ്. ഞാൻ തുറക്കട്ടെ. എന്താ എന്താ താരാ കിളിയൊന്നുമില്ലേ വണ്ടി? അതല്ല അത് ഐസ്ക്രീം എടുത്ത ആളാണ് ആവശ്യം നോക്കി. അല്ലാതെ വണ്ടിക്കകത്ത് നാള് അവരൊക്കെ ഇല്ലേ വീതി നീളൊക്കെ നോക്കി പോക്കണ്ട. മുമ്പിൽ വണ്ടി വരുന്നുണ്ട്. അതല്ല വേറെ എത്ര വേണം? വഴി എന്തോ ചോദിച്ചതാ. അങ്ങനെ എന്തോ ആണ് വഴി ചോദിച്ചതാണ്. ഇവിടെ വന്നിട്ട് ശബരിമലയ്ക്ക് എങ്ങനെയാണ് പോവേണ്ടെന്നുള്ള ചോദിച്ചതാണ്. അതില് മൂപ്പന്മാര് കാണുന്നുണ്ട്. ഇതിൻ്റെ ഉപ്പിപ്പോ ഇത് താങ്ങി തൂങ്ങി പോത്തേ ഉള്ളൂ. പോകൂ 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 പോകൂ. ഇത് ഫ്രണ്ടിലങ്ങ് വിട്. വണ്ടി വരികയാണെങ്കിൽ ഒരു ഹോൺ അടിക്കുക. മറ്റേ വണ്ടി പോയേക്കാം. ഉണ്ടോ വിളിച്ചൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. അച്ഛനൊക്കെ വന്നപ്പോൾ അങ്ങനെ ആരൊക്കെ ഞാന് അച്ഛനെ പേരത്തിനുണ്ട്. വാനരന്മാരൊക്കെ ഉണ്ടോ? അല്ല അതുകൊണ്ട് അല്ല കൊച്ചു അതെ. സ്നാഗി മാറ്റട്ടെ. അപ്പം കുറച്ചുകൂടെ മുമ്പോട്ട് നീക്കി ഇടാൻ പറ്റുമെന്നുണ്ട്. ഇച്ചിരി കൂടെ മുമ്പോട്ട് നീക്കിയിട്ട് സൈഡ് ഒന്നുകൂടെ ഒതുക്കാൻ പറ്റും. ഇത്ര പോരെ ഇത് പോരെ. തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി അച്ചൻകോവിൽ അമ്പലം, അച്ചൻകോവിൽ ക്ഷേത്രം.